السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിശുദ്ധമായ മാസത്തിൽ നാം അനുഷ്ഠിച്ച സകല പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. റമളാൻ കൊണ്ട് പാപങ്ങൾ പുറത്ത് ലഭിക്കപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശ്വാസികളാകാൻ നമുക്കെല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ സൃഷ്ടാവ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന അവൻ്റെ പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അതിലൂടെ പഠിപ്പിക്കപ്പെട്ട ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങളിലെല്ലാം ദൃഢമായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് ലോകത്തിൻ്റെ സൃഷ്ടാവുമായിക്കൊണ്ട്, അവരുടെ സൃഷ്ടാവുമായിക്കൊണ്ട് എപ്രകാരമാണ് ബന്ധമുണ്ടാകേണ്ടത് എന്ന്, ആ റബ്ബിനോടുള്ള പ്രാർത്ഥനകളുമായിക്കൊണ്ട് എങ്ങനെയാണ് ബന്ധമുണ്ടാകേണ്ടത് എന്ന് മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അദ്ദിക്റു ലിൽ ഖൽബി മിസ്ലുൽ മാഇ ലിസ്സമക്. മത്സ്യത്തിന് വെള്ളം എത്രത്തോളം ആവശ്യമാണോ അതുപോലെ മനുഷ്യഹൃദയങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥനയും ആവശ്യപ്പെട്ടതാണ് എന്ന്
മഹാനായ പണ്ഡിതൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, മത്സ്യത്തിന് നീന്തി തുടിക്കാൻ, അതിൻ്റെ ജീവൻ നിലനിർത്താൻ വെള്ളം എത്രമാത്രം ആവശ്യമാണ്. വെള്ളമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ മത്സ്യങ്ങൾക്ക് സാധിക്കുകയില്ല. അതുപോലെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകൾ എന്നുള്ളത്. മത്സ്യത്തിന് വെള്ളം എത്രത്തോളം ആവശ്യമാണോ അതുപോലെ മനുഷ്യ ഹൃദയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാണ് പ്രാർത്ഥനകളെന്ന് മഹാനായ പണ്ഡിതൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ് നഷ്ടം സംഭവിക്കാത്ത, മാന്ദ്യം ഭവിക്കാത്ത കച്ചവടം എന്നുള്ളത്. അങ്ങനെയുള്ള ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്കൊരിക്കലും നഷ്ടമുണ്ടാകില്ല. കാരണം പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആരാധനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന ആരാധനയാണ്, പുണ്യം ലഭിക്കുന്ന പ്രവർത്തനമാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെച്ച സമയങ്ങൾ നഷ്ടമാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് നമസ്കാരക്കാർക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെ, നോമ്പുകാർക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി മിനദ് ദുആ. പ്രാർത്ഥന വെറുമൊരു ആരാധനയല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ അതിമഹത്തായ പ്രാധാന്യമുള്ള, അങ്ങേയറ്റം സ്ഥാനമുള്ള ഒരാരാധനയാണ് പ്രാർത്ഥന. അതിൻ്റെ കാരണം പ്രാർത്ഥനയിൽ അടിമ ഉടമ ബന്ധം ദൃഢമാകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെ അംഗീകരിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ്, ഞാൻ ചോദിക്കുന്നതെന്തെല്ലാം നൽകാൻ പ്രാപ്തനായവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന വിശ്വാസമുള്ള ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനൊന്നുമല്ല, ഞാൻ അങ്ങേയറ്റം നിസ്സാരനാണ്, ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഞാൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്ന ചിന്തയുള്ള മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മല്ലം യസ്അലില്ലാ യഗ്ദബ് അലൈഹി. അള്ളാഹുവോട് ആരെങ്കിലും പ്രാർത്ഥിക്കാതിരുന്നാൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപമുണ്ടാകും, അള്ളാഹുവിൻ്റെ ദേഷ്യം അവനിലുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? മനുഷ്യൻ അങ്ങേയറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾക്ക് ആവശ്യക്കാരനായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ അവൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. നമ്മളൊരു ഉന്നത സ്ഥാനക്കാരനായി കാണുന്ന ഒരാൾ, ഒരു പഞ്ചായത്തിൻ്റെ മേലധികാരി, ആ ഒരു മനുഷ്യനോട് സാധാരണക്കാരോട് ഇടപെടുന്നത് പോലെ, പെരുമാറുന്നത് പോലെ ആരെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ അയാളെക്കുറിച്ച് നല്ലതൊന്നും പറയില്ല. അങ്ങനെ പെരുമാറുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ പ്രശംസിച്ച് സംസാരിക്കില്ല. പ്രിയമുള്ളവരെ, കാര്യം അങ്ങനെയാണെങ്കിൽ ഓരോ നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾക്ക് ആവശ്യക്കാരനായ ഒരു മനുഷ്യൻ, ഓരോ സെക്കൻഡും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തിലേക്ക് ആവശ്യക്കാരനായ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടുന്നില്ലെങ്കിൽ അവനേക്കാൾ വലിയ അഹങ്കാരി ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു ദോഷത്തെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നിനക്കൊരു പ്രതിസന്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, ആ പ്രതിസന്ധിയെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരാൻ കഴിവുള്ളവൻ, കെൽപ്പുള്ളവൻ അല്ലാഹു മാത്രമാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാതിരുന്നാലോ? ഓരോ നിമിഷവും വ്യത്യസ്തമായ ആവശ്യങ്ങളുള്ള മനുഷ്യൻ, അതൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാതിരിക്കുകയാണെങ്കിൽ യഗ്ദബ് അലൈഹി, ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിനവൻ പാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് തിന്മ ചെയ്യുന്നവരാണ്, പാപങ്ങൾ ചെയ്യുന്നവരാണ്. സ്വാഭാവികമായി കൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരുപാട് പശ്ചാത്താപം ചെയ്യേണ്ടവരാണ്, തൗബകൾ നടത്തേണ്ടവരാണ്, ഇസ്തിഗ്ഫാറുകൾ നടത്തേണ്ടവരാണ്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടോ? ദിവസം തോറും ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിക്കാൻ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടാൻ നമ്മൾ വൈമനസ്യം കാണിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, മല്ലം യസ്അലില്ലാ യഗ്ദബ് അലൈഹി, അവൻ അല്ലാഹുവിൻ്റെ ദേഷ്യത്തിന് അർഹനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിന് മാത്രമായിരിക്കണം. കാരണം ആ പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി അല്ലാഹുവാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം അല്ലാഹു മാത്രമാണ് ഉത്തരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. വേറൊരു ശക്തിയും നമുക്ക് ഉത്തരം നൽകാമെന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ആവശ്യങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ സഹായത്തിന് ആവശ്യക്കാരനായിട്ടും അള്ളാഹുവോട് പ്രാർത്ഥിക്കാതിരുന്നാൽ, അള്ളാഹു അല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തിയാൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിക്കൊണ്ട് അപമാനം പേറിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇനി എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുക? അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മാ മിൻ അബ്ദിൻ യദ്ഉല്ലാഹ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതീഅതു റഹിമിൻ. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, അവനൊരു തിന്മക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ഒരു ഹറാമിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, കുടുംബബന്ധം വിച്ഛേദിക്കാൻ അതിന് കാരണമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അവൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരു മനുഷ്യൻ, ഒരടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്. 3 കാര്യങ്ങളിൽ ഒന്ന് ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നൽകിയിരിക്കും. ആ 3 കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതുഹു ഫിദ്ദുനിയ. ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്താണോ പ്രാർത്ഥിച്ചത് അത് ദുനിയാവിൽ വെച്ച് തന്നെ നൽകും. രോഗിയാണ്, മാറാ രോഗത്തിൽ പെട്ടുപോയിരിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ച് തന്നെ, ദുനിയാവിൽ വെച്ച് തന്നെ അത് മാറ്റിക്കൊടുക്കും, ഭേദമാക്കും. സാമ്പത്തികമായി കൊണ്ട് പ്രയാസത്തിലാണ്, അല്ലാഹുവോട് പ്രാർത്ഥിച്ചു,
അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ അവന് വിശാലത നൽകിയേക്കാം, അവന് കാര്യമായ ഉപജീവനം നൽകിയേക്കാം. മക്കളില്ലാതെ വലയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു, ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നൽകും. ഇനി രണ്ടാമത്തെ രൂപം വഇമ്മാ അൻ തുദഖറ ലഹു ഫിൽ ആഖിറ. ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകില്ല, മറിച്ച് അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം നാളെ പരലോകത്ത് വെച്ച് അവന് നൽകും. അവൻ്റെ നന്മയുടെ രേഖയിൽ അവൻ്റെ പ്രാർത്ഥനയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കും. നാളെ പരലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ പ്രതിഫലം അവനെ കാണാൻ സാധിക്കും. മൂന്നാമത്തെ രൂപം വഅയ്യുസ്റഫ അൻഹു മിനശ്ശർരി മിസ്ലു ദാലിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നിശ്ചയിച്ചിട്ടുള്ള വല്ല വിപത്തുകളും വല്ല ബുദ്ധിമുട്ടുകളും ഈ ഒരു പ്രാർത്ഥന കൊണ്ട് നീക്കം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു രോഗം ആ മനുഷ്യന് നിശ്ചയിച്ചിട്ടുണ്ടാകും. അവൻ പ്രാർത്ഥിച്ചത് സമ്പത്തിന് വേണ്ടിയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയെന്ന് വരില്ല, മറിച്ച് ആ രോഗം മാറ്റിക്കൊടുക്കും. ആ രോഗം അവനെ ബാധിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. ഇങ്ങനെ ഈ മൂന്ന് രൂപത്തിൽ ഒരു രൂപത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് ഉത്തരം നൽകുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ആലോചിക്കുക, ഇനി നമ്മൾ പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് നഷ്ടമാണ് വരാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നഷ്ടമാണ് സംഭവിക്കാനുള്ളത്? നമ്മൾ നമ്മുടെ പ്രാർത്ഥനയെ വിലയിരുത്തൽ ബാഹ്യമായി കൊണ്ടാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. ദുനിയാവിൽ വെച്ച് ഭൂമിയിൽ വെച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ആ പ്രാർത്ഥന വ്യർത്ഥമായി എന്ന് നമ്മൾ കരുതും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ കാര്യം അങ്ങനെയല്ലല്ലോ. നമ്മൾ ആലോചിക്കുക, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല. ഒരാഴ്ചക്കാലം നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലാഹു നൽകിയില്ല. ഒരു മാസം, വർഷം, വർഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതേ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകിയില്ല. നമുക്ക് അപ്പോഴും നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? ഒന്നുകിൽ നാളെ നമ്മുടെ പരലോകത്ത് നമുക്ക് നന്മയായിക്കൊണ്ട് ഭവിക്കുകയാണ്. ഒരു വർഷത്തെ പ്രാർത്ഥനകൾ നന്മയായിക്കൊണ്ട് പരിണമിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മളെ ബാധിക്കാനിരിക്കുന്ന ഒരു വിപത്ത് ആ പ്രാർത്ഥനയിലൂടെ തടയപ്പെടുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളെല്ലായ്പ്പോഴും നമ്മുടെ കൈമുതലായിരിക്കണം. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും പ്രാർത്ഥനകളുള്ളവരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നവരായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെന്ന്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ പരിഗണിക്കപ്പെടുന്ന പ്രാർത്ഥനകളാകണമെങ്കിൽ, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളാകണമെങ്കിൽ ചില നിബന്ധനകളും ചില കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിനയത്തോടും താഴ്മയോടുകൂടിയും പ്രാർത്ഥിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫ്യ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ അല്ലാഹുവിനോട് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുക, വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുക. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ആവശ്യക്കാരനാണെന്ന നിലയിൽ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ പരാമർശിച്ച് അതിൻ്റെ അവസാനം അവരെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആ പ്രവാചകന്മാർ നന്മകളിൽ വ്യഗ്രത കാണിക്കുന്നവരാണ്, മുന്നിടുന്നവരാണ്. വയദുഊനനാ റഗബൻ വറഹബ.
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നവരാണ് അമ്പിയാക്കൾ. വക്കാനൂ ലനാ ഖാശിഈൻ, അള്ളാഹുവോട് വിനയം കാണിക്കുന്നവരാണവർ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അമ്പിയാക്കളുടെ പ്രാർത്ഥനകളെപ്പോലെ വിനയത്തോടുകൂടിയും താഴ്മയോടുകൂടിയുമായിരിക്കണം. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശ്വാസി സമൂഹത്തിന് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി പറഞ്ഞതായി പറയുന്നു, അല്ലാഹുവേ, ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജയിലാണ്, തറങ്കൽ പാളയങ്ങളാണ്. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, വ ഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വ അകും മിനൽ ജാഹിലീൻ. അല്ലാഹു, ഈ സ്ത്രീകളുടെ കുതന്ത്രം നീ എന്നിൽ നിന്ന് തടുത്തിട്ടില്ല എങ്കിൽ, ഇവരുടെ തന്ത്രം, ഇവർ പ്രയോഗിക്കുന്ന, ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നീ എന്നിൽ നിന്ന് മാറ്റിയിട്ടില്ല എങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരുടെ തന്ത്രത്തിൽ പെട്ടുപോകും, ഞാൻ അവിവേകിയായി പോകും, ബുദ്ധിശൂന്യതയുള്ളവനായി പോകുമെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം താഴ്മയോടുകൂടി വിനയത്തോടുകൂടി അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ മഹത്വവും അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതേത് അനുഗ്രഹത്തിനും അങ്ങേയറ്റം ആവശ്യക്കാരാണ് നമ്മൾ. നമ്മളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ അള്ളാഹുവിൻ്റെ സഹായം വേണം. നമ്മുടെ ഓരോ ചലനങ്ങൾക്കും ലോകത്തിൻ്റെ രക്ഷിതാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ശ്വാസം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് താഴ്മയോടുകൂടിയും വിനയത്തോടുകൂടിയും പ്രാർത്ഥിക്കാൻ സാധിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മറ്റൊരു മാർഗം ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രാർത്ഥനയിൽ ധൃതി കാണിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദ് മാ ലം യദ്ഉ ബി ഇസ്മിൻ ഔ ഖതീഅത്തി റഹിമിൻ മാ ലം യസ്തഅജിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും. അവൻ 3 കാര്യങ്ങൾ ഒഴിവാക്കണം. തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, കുടുംബബന്ധം വിച്ഛേദനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥനയിൽ ധൃതി കാണിക്കരുത്. സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, മൽ ഇസ്തിഅജാൽ, പ്രാർത്ഥനയിൽ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, യഖൂൽ ഖദ് ദഅൗതു വഖദ് ദഅൗതു ഫലം അറ യസ്തജീബു ലി. ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, ഞാൻ ഒരുപാട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. എനിക്ക് രോഗമുണ്ടായിരുന്നു, ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. ഒരുപാട് കാലം ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഉത്തരം നൽകിയില്ല. എനിക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ടായിരുന്നു, ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം നൽകിയില്ല. എനിക്ക് മക്കളില്ലായിരുന്നു, ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം നൽകിയില്ല. അങ്ങനെ അവൻ നിരാശനായി ആ പ്രാർത്ഥന ഒഴിവാക്കും. ഇങ്ങനെ ധൃതി കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം കേവലം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക എന്നത് മാത്രമാകരുത്. മറിച്ച് പ്രാർത്ഥനയിലൂടെ നമ്മളൊരു ആരാധനയാണ് നടത്തുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷമ അവലംബിക്കണം. ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ചരിത്രമാണ്. വർഷങ്ങളോളം അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു.
കാലങ്ങളോളം അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം മടുപ്പ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം തൻ്റെ പ്രാർത്ഥന ഉപേക്ഷിച്ച് മറ്റുള്ളവരിലേക്ക് കൈകൾ ഉയർത്തിയിട്ടില്ല. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ വാർദ്ധക്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. പ്രിയമുള്ളവരെ, ഇതാകണം നമ്മുടെ മാതൃക. അതുകൊണ്ട് മടുപ്പ് കാണിക്കാതെ, ധൃതി കാണിക്കാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു. നിങ്ങൾ മടി കാണിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിശേഷണം സ്വീകരിക്കുകയില്ല. നമ്മൾ നമ്മുടെ പ്രാർത്ഥന നിർത്തിവെക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിലും അതിനുള്ള പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നിരാശരായി സങ്കടപ്പെട്ട് പ്രാർത്ഥന ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന നമുക്ക് നൽകിക്കൊണ്ടിരുന്ന പ്രതിഫലവും അവസാനിപ്പിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധൃതി കാണിക്കാതെ ക്ഷമ അവലംബിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മറ്റൊരു മാർഗം സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവോട് നിഷ്കളങ്കമായി കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവോട് മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോടുകൂടി കുഫാറുകൾ പ്രാർത്ഥിച്ചാൽ പോലും ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. മക്കാ മുശ്രിക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ഫഇദാ റകിബൂ ഫിൽ ഫുൽക്. മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ, കപ്പലിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് വല്ല നാശവും സംഭവിക്കുമെന്നവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കനത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകളല്ല, അല്ലാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരല്ല, അല്ലാഹുവിന് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തുന്നവരല്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരല്ലാഹുവോട് ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കും. അവരെ കരക്കെത്തിച്ചിട്ടുണ്ട് അല്ലാഹു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ അനിവാര്യമായിട്ടുള്ളതാണ് സത്യസന്ധതയും ആത്മാർത്ഥതയും എന്നുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ജയിച്ചടക്കി മക്കയിലേക്ക് കടന്നു വരികയാണ്. എല്ലാവർക്കും പ്രവാചകൻ വിട്ടുവീഴ്ച നൽകി. ചില എണ്ണപ്പെട്ട ആളുകൾക്ക് അവരുടെ പേര് പറഞ്ഞ് അവരെ എവിടെ വെച്ച് കണ്ടാലും വധിച്ചു കളയണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് ആജ്ഞ നൽകി. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. അദ്ദേഹം മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കപ്പലിൽ പുറപ്പെട്ടു. കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റ് വന്നു. വലിയ പ്രയാസത്തിലായി. കപ്പൽ നാശത്തിലേക്ക് പോകുമെന്ന അവസ്ഥയിലേക്കെത്തി. കപ്പലിൽ ആളുകൾ പറഞ്ഞു, നമ്മുടെ ആരാധ്യന്മാരോടൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇത്രയും കാലം വിളിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആരാധ്യന്മാർക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല, അവർക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. മറിച്ച് ഈ ഒരു ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്നത് അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ലഇല്ലം യുനജ്ജിനി മിനൽ ബഹരി ഇല്ലൽ ഇഖ്ലാസ് ലാ യുനജ്ജിനി ഫിൽ ബർരി ഇല്ലാ ഗൈറു. കടലിൽ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് ഇഖ്ലാസിനാണെങ്കിൽ കരയിലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് ഇഖ്ലാസിന് മാത്രമാണ്. അവരും രക്ഷപ്പെട്ടു. കാരണം അവരുടെ പ്രാർത്ഥന ഇഖ്ലാസുള്ള പ്രാർത്ഥനയായിരുന്നു എന്നതാണ്.
ആത്മാർത്ഥതയോടുകൂടിയാണ്, അള്ളാഹുവിനോട് മാത്രമാണ് അവരുടെ പ്രാർത്ഥനകൾ ഉയർന്നത് എന്നതുകൊണ്ട് അവരും രക്ഷപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ഇഖ്ലാസോടുകൂടിയാകണം, ആത്മാർത്ഥതയോടുകൂടിയാകണം നമ്മുടെ പ്രാർത്ഥന. അത് കേൾക്കുന്ന, അതിന് ഉത്തരം നൽകാൻ കഴിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള മാർഗം മനസ്സാന്നിധ്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി, ദൃഢവിശ്വാസത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കില്ല, സ്വീകരിക്കില്ല, അതിനുത്തരം നൽകില്ല. നമ്മളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളെക്കുറിച്ച് ആലോചിക്കുക. രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ, നമസ്കാരാനന്തരമുള്ള പ്രാർത്ഥനകൾ, ഒരുപക്ഷെ ഇതൊക്കെ നമ്മുടെ ശീലമായിട്ടുണ്ടാകും. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഒഴുക്കിൽ ഈ പ്രാർത്ഥനകളും നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകില്ല. മനസ്സാന്നിധ്യത്തോടുകൂടി നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ കഴിയണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥനയാണ് എന്ന ചിന്തയോടുകൂടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അതിൻ്റെ അർത്ഥമറിയാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ മനസ്സാന്നിധ്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ഉത്തരം നൽകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനുള്ള മറ്റൊരു മാർഗം സൽപ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ്. നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മാ മിൻ അബ്ദിൻ മുഅ്മിനിൻ യുദ്നിബു ദംബൻ. ഒരു മനുഷ്യനൊരു തിന്മ ചെയ്തു, ആ മനുഷ്യൻ ഫയതവല്ല ഫയുഹ്സിനു തുഹൂർ സുമ്മ യുസല്ലി റകഅതൈൻ ഫയസ്തഗ്ഫിറുല്ലാഹ ഇല്ലാ ഗഫറല്ലാഹു ലഹു. അല്ലാഹുവോടൊരു തിന്മ ചെയ്ത മനുഷ്യൻ, അവൻ ഒളു എടുത്തു, 2 റക്അത്ത് നമസ്കരിച്ചു, അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്തു, പാപമോചനം തേടി, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അവൻ്റെ പാപമോചനം സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ തേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. ദാനധർമ്മം ചെയ്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ സമ്പത്ത് ഹലാലായിരിക്കുക എന്നതാണ്. ഹറാമ് ഭക്ഷിക്കാതിരിക്കുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, യുതീലു സഫർ, അവൻ യാത്രക്കാരനാണ്. യാത്രക്കാരനും ഒരുപാട് വ്യത്യാസങ്ങൾ അവനിൽ ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ മുടി ജട പിടിച്ചിട്ടുണ്ട്, അവൻ്റെ ശരീരത്തിൽ പൊടിപടലങ്ങളുണ്ട്, പ്രയാസത്തിലാണ്, യാത്രക്കാരനാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബ്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമത്അമുഹു ഹറാം, അവൻ കഴിച്ചത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അവൻ്റെ വസ്ത്രം ഹറാമിലൂടെ സമ്പാദിച്ചതാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ല. നമ്മൾ ആലോചിക്കുക, നമ്മളെല്ലാവരും സമ്പാദിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്. നമുക്ക് പറയാൻ സാധിക്കണം ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ സമ്പത്തിൽ ഹറാമ് കടന്നുകൂടിയിട്ടില്ല എന്ന്.
ഹറാമ് സമ്പാദിച്ച് പിന്നീട് വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഹറാമ് സമ്പാദിച്ച് വന്ന് സമ്പത്തിൽ വർധനവുണ്ടാകാൻ അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു പരിഗണനയുമില്ല. സ്വഹാബാക്കളുടെ ഭാര്യമാർ അവർ ജോലിക്ക് പോകുമ്പോൾ അവരോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ വീട്ടിലേക്ക് ഹറാമായ സമ്പാദ്യം കൊണ്ടുവരരുത് എന്നാണ്. സമ്പത്ത് കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഹറാമായ സമ്പാദ്യങ്ങൾ സമ്പാദിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരരുത്, അതിലൂടെ ഭക്ഷണം ഉണ്ടാക്കരുത്, അതിലൂടെ വസ്ത്രം വാങ്ങരുത് എന്നാണ്. കാരണം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് യാതൊരു വിലയുമില്ല. അതുകൊണ്ട് നമ്മുടെ വരുമാനം നമ്മൾ പരിശോധിക്കണം, നമ്മുടെ ജോലി നമ്മൾ പരിശോധിക്കണം, നമ്മുടെ സമ്പത്ത് നമ്മൾ പരിശോധിക്കണം, അത് ഹറാമിൽ നിന്ന് മുക്തമാണോ എന്ന്. അല്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥനകൾ അത് വ്യർത്ഥമാണ്, അത് സ്വീകരിക്കപ്പെടാതെ നിഷ്പ്രയോജനമായി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിനെ ഹറാമുകൾ കടന്നു വരാതെ സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള മറ്റൊരു മാർഗം തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഗഫറ ലഹു. അല്ലാഹുവേ, ഞാൻ ഒരുപാട് തിന്മ ചെയ്തു പോയി, എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി. ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണം. ഫഗഫറ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു. പാപം പൊറുക്കാനുള്ളൊരു മാർഗം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകാനുള്ളൊരു വഴി ഇസ്തിഗ്ഫാറോടുകൂടി തൗബയോടുകൂടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ ഒരു ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയുടെ കാലത്തുണ്ടായൊരു ചരിത്രം. മൂസാ നബിയുടെ കാലത്ത് ഒരു ക്ഷാമം സംഭവിച്ചു, വരൾച്ചയുണ്ടായി, വെള്ളമില്ലാതെ ആളുകൾ പ്രയാസത്തിലായി. അവർ മൂസാ നബി അലൈഹിസ്സലാമയോട് പരാതി പറഞ്ഞു, മൂസാ, വെള്ളമില്ല, കുട്ടികൾ പട്ടിണിയിലാണ്, താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. മൂസാ നബി അലൈഹിസ്സലാം അവരെയും കൂട്ടി ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോയി. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, കൈഫ അസ്ഖീകും, നിങ്ങൾക്ക് എങ്ങനെയാണ് മഴ നൽകുക, വെള്ളം നൽകുക? വഫീകും അബ്ദുൻ യുബാരിസുനി ബിൽ മആസി മുൻദു 40 സന, നിങ്ങളുടെ കൂട്ടത്തിൽ 40 വർഷമായി കൊണ്ട് തിന്മ ചെയ്യുന്നൊരടിമയുണ്ട്. അങ്ങനെയുള്ളൊരടിമയുണ്ടായിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ മഴ വർഷിച്ചു തരിക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് മൂസാ നബി അലൈഹിസ്സലാമയോട്, ആ തിന്മ ചെയ്ത മനുഷ്യനോട് മുന്നിലേക്ക് വരാൻ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ആ മനുഷ്യന് മനസ്സിലായി തന്നെയാണ് വിളിക്കുന്നത് എന്ന്. പക്ഷെ ആ സമയത്ത് മുന്നിലേക്ക് വന്നാൽ അങ്ങേയറ്റം അപമാനമാണ്, അങ്ങേയറ്റം വഷളത്തരമാണ്. അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൻ്റെ പാപമോചനം തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മഴ ഇറക്കി. ഇപ്പോൾ പാപമോചനം എന്നത്, ഇസ്തിഗ്ഫാർ എന്നത്, തൗബ എന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനുള്ളൊരു മാർഗമാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറുകളും തൗബകളും വർദ്ധിപ്പിച്ച് അതിനോടനുബന്ധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളും സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയിലൂടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു,
ഇന്ന ശൈത്വാന അദുവ്വുൻ ലക്കും ഫത്തഖിദൂഹു അദുവ്വ. നമ്മുടെ ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കാത്ത, എന്നാൽ നമുക്ക് ഏറ്റവും വലിയ ഉപദ്രവമുണ്ടാക്കുന്ന ശൈത്വാൻ എന്ന മഹാശത്രുവിനെ തുരത്തിയോടിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം പ്രാർത്ഥനയാണ്. നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു ശത്രുവിനെ തുരത്തി ഓടിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരേ ഒരു മാർഗം പ്രാർത്ഥനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഇദാ ദഖല അർറജുലു ബൈതഹു, ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഫദക്കറ ഇസ്മല്ലാഹി തആല ഹീന യദ്ഖുലു വഹീന യത്അം ഖാല ശൈത്താൻ ലാ മബീത ലക്കും വലാ അശാഅ ഹാഹുനാ. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് പ്രവേശിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിച്ചു. പിശാച് തൻ്റെ കൂട്ടാളികളോട് പറയും, ലാ മബീത ലക്കും വലാ അശ, ഇന്ന് നമുക്കിവിടെ താമസവുമില്ല, ഭക്ഷണവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ശത്രുവിനെ തുരത്തി ഓടിക്കാനുള്ള ഒരു വമ്പിച്ച മാർഗമാണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഓരോ നിമിഷത്തിലും പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അകപ്പെടുന്ന പ്രതിസന്ധികളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നവരാകണം. നല്ല കാലങ്ങളിൽ, പ്രതിസന്ധിയില്ലാത്ത സന്ദർഭങ്ങളിൽ, പ്രയാസമില്ലാത്ത സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥന നടത്തുന്ന, അവനെ പ്രകീർത്തിക്കുന്നവരാകണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രയാസം വന്നാലും, എത്ര വലിയ ബുദ്ധിമുട്ട് നമ്മളെ തേടി വന്നാലും, ആ ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി. വലിയ പ്രയാസത്തിലാണ് അദ്ദേഹം. രാത്രിയാണ്, ഇരുട്ടാണ്, കടലിലാണ്, മത്സ്യത്തിൻ്റെ വയറ്റിലാണ്, ഒരുപാട് ഇരുട്ടുകൾക്കുള്ളിലാണ് അദ്ദേഹം. വിശുദ്ധ ഖുർആൻ ആ സംഭവം വിവരിക്കുന്നുണ്ട്. ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. യൂനുസിനെ മത്സ്യം വിഴുങ്ങിക്കളഞ്ഞു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനല്ലായിരുന്നെങ്കിൽ, യൂനുസ് അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നവനല്ലായിരുന്നെങ്കിൽ, അന്ത്യനാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ കഴിയേണ്ടി വരുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമുക്ക് ഏത് പ്രയാസം വന്നാലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ഓർക്കുന്നവരാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ലോകത്തിൻ്റെ രക്ഷിതാവിനോടുള്ള പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമുക്കെന്ത് പ്രയാസം വന്നാലും, നമുക്കെത്ര തന്നെ ബുദ്ധിമുട്ട് വന്നാലും, ആ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കിത്തരാൻ കെൽപ്പുള്ളവനാണ്, പ്രാപ്തനായവനാണ് നമ്മുടെ രക്ഷിതാവ് എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ധാരാളമായി പ്രാർത്ഥിക്കാൻ, ആ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിച്ച് അതിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിനെ ഇനിയും നമ്മളിലേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات ويا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.